ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ താണ്ടി ഞങ്ങൾ പോകുന്നത് നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ പോകുന്ന പോക്കാണ് കേട്ടോ. പെരുന്നാൾ കൊടി ഇറങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ ഈ റോഡൊക്കെ മിക്കപ്പോഴും വിജനമായി കിടക്കുന്ന റോഡാണ്. പക്ഷേ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ ആകുമ്പോഴാണ് കേട്ടോ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇവിടെ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം കേട്ടൊരു അനൗൺസ്മെന്റ് ആണ് കേട്ടോ. ആരുടെയോ പേഴ്സോ മാലയോ ഏതാണ്ട് കളഞ്ഞും പോയിട്ടുണ്ട്, കളഞ്ഞു കിട്ടിയതും അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നേ. ഇത് മാത്രമല്ല, ഒരു കുട്ടിയെ വരെ കാണാതെ പോയിട്ട് പിന്നീട് കണ്ടു കിട്ടിയെന്നുള്ളതും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനു വേണ്ടി തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മെയിൻ വാതിൽ വഴി പള്ളിയിലേക്ക് കയറാൻ കഴിയുമായിരുന്നില്ല കേട്ടോ, അതിനു വേണ്ടി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിൽ വേറൊരു വാതിൽ വഴി കയറിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മുന്നിൽ കാണുന്ന ദേവാലയത്തിന്റെ പുറകിലായിട്ട് തന്നെ പഴയ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. 1581 ദേവാലയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുണ്ടാക്കിയ ദേവാലയമാണ് കേട്ടോ ഇത്. ഇതിന്റെ ഭിത്തിയൊക്കെ തന്നെ കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും ആൾക്കാർ കാണാനും പ്രാർത്ഥിക്കാനൊക്കെ വരുന്നതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റൊരു കഥയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ അർത്തുങ്കൽ പള്ളിയിലെ സെബസ്ത്യാനോസ് എന്ന വെളുത്തച്ഛനും സാക്ഷാൽ ശബരിമല അയ്യപ്പനും സുഹൃത്തുക്കളായിരുന്നു. ചേർത്തലയ്ക്കടുത്ത് മുഹമ്മ എന്ന ഗ്രാമത്തിൽ ഇരുവരും ഒന്നിച്ച് കളരിപ്പയറ്റ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളായതാണ് കേട്ടോ അവര്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ശബരിമലയിൽ പോയിട്ട് തിരികെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ അർത്തുങ്കൽ പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് മാല ഊരുന്ന ഒരു പതിവുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കഥ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വീട്ടിൽ അച്ഛനും ഏട്ടനും ഒക്കെ ഈ കഥ പറയാറുണ്ട്. അങ്ങനെ ഞാൻ കേട്ടതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കാണാനായിട്ടാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യ അത്താഴത്തിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഇതൊരു കപ്പലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങളങ്ങനെ അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടന്ന് കടപ്പുറത്തോട്ട് പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരാണ് കേട്ടോ. പിള്ളേരെ ആകർഷിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും പൊരിപ്പലഹാരങ്ങളും ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, കോഴിക്കോടൻ ഹൽവ, മൺപാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, ഗെയിംസ് കളിച്ച് നമുക്ക് സമ്മാനങ്ങളൊക്കെ നേടാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നു അവിടെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എല്ലാം കിട്ടുമെന്ന് തോന്നുന്നു. അതിനു വേണ്ടിയുണ്ട് കേട്ടോ. ഞങ്ങൾ വെയിലൊക്കെ താഴ്ന്ന് ഒരു 3 മണി ടൈമിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം തന്നെയാണ് ബെസ്റ്റ് ടൈം വരാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. അവരെയൊക്കെ കൊണ്ട് നടക്കേണ്ടതല്ലേ. കടപ്പുറത്തോട്ട് ഒരുപാട് ദൂരമുണ്ട്. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒരുപാട് വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പെരുന്നാൾ കൂടാനായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഈ റോഡിന് ഇരുവശത്തുമുള്ള കാഴ്ചയെ കണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും ദൂരമുണ്ട് എന്നുള്ളത് നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ നടന്ന് കടപ്പുറത്തെത്തിയപ്പോൾ നല്ല അടിപൊളി സൺസെറ്റിന്റെ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. സൂര്യൻ ഒരു ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ പോവുകയാണ് കേട്ടോ. അണയാൻ പോകുന്ന തീ ഇങ്ങനെ ആളിക്കത്തുമെന്ന് പറയും പോലെ അണയാൻ പോകുന്ന സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് കേട്ടോ, നല്ല ഓറഞ്ച് കളറിൽ. അവസാനിക്കാൻ പോകുന്ന ചിലതിനൊക്കെ ഭംഗി ഏറുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ബീച്ചിൽ ഇങ്ങനെ കുറച്ച് സമയം ചിലവഴിച്ച്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബീച്ചിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ബീച്ചിൽ പോയി ഇങ്ങനെ കടൽ തിരയായിട്ടൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരും അർത്തുങ്കൽ ബീച്ച് കാണുന്നത്. ബീച്ചിലിറങ്ങി കളി തുടങ്ങിയാൽ പിന്നെ തിരിച്ച് കയറ്റാനായിട്ട് വലിയ പാടാണ് കേട്ടോ രണ്ടുപേരെ. അപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ ഒരുപാട് ബജിക്കടകളും ഐസ്ക്രീം പാർലറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നിന്ന് കയറി ഞങ്ങൾ നേരെ ബജി കഴിക്കാനാണ് കേട്ടോ പോയത്. നല്ല ചൂട് മുളക് ബജിയും കോളിഫ്ലവർ ബജിയും സോസിലിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നാട്ടിൽ ഉത്സവവും പെരുന്നാളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മിസ്സാകാതെ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ബജികൾ. അല്ലൂസിന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഗ്ലാസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഷൈനിങ് ആണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, പറ്റുമെങ്കിൽ അടുത്ത പെരുന്നാളിന് വീണ്ടും വരണം.